ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ലീവാണ്. ഇന്നൊരു മോർണിംഗ് റൂട്ടീൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളാണ് കേട്ടോ. എല്ലാം തോർന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം അതത് സ്ഥാനത്ത് എടുത്തു വെക്കും. അതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞാൻ കിച്ചൺ കബോർഡ്സിലേക്ക് പാത്രങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ വെക്കാറുള്ളൂ, അല്ലെങ്കിൽ പാറ്റ ശല്യം വരും. അടിയിൽ വെച്ച പാത്രങ്ങൾ കുറച്ച് ഉണങ്ങാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ പുറത്ത് വെക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ തന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പാലപ്പത്തിന് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ട്. റൈസ് കുക്കറിൽ പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്തായിന്ന് നോക്കാം. പൊങ്ങിയിട്ടുണ്ട്. ഞാൻ കാസ്റ്റ് അയണിന്റെ തവയാണ് യൂസ് ചെയ്യുന്നത്. ഇത് മൂന്നും ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ചെയ്യാൻ കേട്ടോ. യൂഷ്വലി ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ പാലപ്പം. 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ അമ്മ നല്ല പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഒഴിക്കുമ്പോൾ തന്നെ അറിയാവുന്ന അത്ര എന്താ പറയുക, അമ്മയുടെ ഫുള്ള് ബബിൾസ് ഒക്കെ വന്ന് നന്നായിട്ടത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്ര വന്നില്ല. എൻ്റെ കൂട്ടത്ര ശരിയായില്ല എന്ന് തോന്നുന്നു കേട്ടോ. കറി ചിക്കൻ കറിയാണ്. നമ്മൾ 1 വീക്കിലേക്കുള്ള ചിക്കൻ എപ്പോഴും വാങ്ങിച്ചു വെക്കും കേട്ടോ. അത് രാവിലെ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള അനിയൻ ജി കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ ഊട്ടി എണീറ്റു. ആൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ്. ചെറുപ്പത്തിലെ തന്നെ നമ്മളത് ശീലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുക്കിംഗ് ഒക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ എപ്പോഴും ചെയ്യാറുള്ളത്. ക്ലീനിങ് ആണെങ്കിൽ അതുകൊണ്ട് തന്നെ എനിക്കത് വളരെ ഈസി ആയിട്ട് തോന്നാറുണ്ട്. അതിനിടയിൽ കൂടെ ചിക്കൻ കറിയും റെഡിയാക്കിയിട്ടുണ്ട്. റെസിപ്പി വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇവയുടെ കിറ്റ് റെഡിയാക്കാനുള്ള ടൈം ആയിട്ടോ. 9 o'clock സ്കൂൾ ബസ് വരിക. ജി മോളെ കുളിപ്പിച്ച് യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. മോള് ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ വാരി കൊടുത്തിട്ടാണെങ്കിലും ഒക്കെ കഴിപ്പിച്ച് വിടും. മോൾക്ക് ഞാൻ ഡെയിലി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. വെയിലത്തൊക്കെ കളിക്കുമല്ലോ. സ്കൂളിൽ എത്തുമ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങിയതാണ്. ഇവയുടെ സ്കൂൾ ബസ് വന്നു കേട്ടോ. ഈ റൂട്ടിലെ ലാസ്റ്റ് പിക്കപ്പ് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മതിലിന്റെ അപ്പുറത്ത് വെച്ചിട്ട് ബസ് തിരിക്കും കേട്ടോ. അതുകൊണ്ട് സ്കൂൾ ബസ് വന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടിച്ചാടി പോകേണ്ട ആവശ്യമില്ല. ആ ഒരു ബസ് ഇങ്ങനെ തിരിക്കുന്ന ആ ഒരു ടൈം കിട്ടുന്നതുകൊണ്ട് തന്നെ പതുക്കെ പോയാൽ മതി. ജി ചായ വെച്ചു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഓഫീസിൽ പോകുന്ന ദിവസം ഈ ഒരു ടൈമിൽ ഞാനും ഇറങ്ങും കേട്ടോ. നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും. ഇന്ന് പിന്നെ മോള് പോയി സാവധാനത്തിൽ കഴിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ മോർണിംഗ് റൂട്ടീൻ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല. കുറച്ച് തുണി വാഷിംഗ് മെഷീനിൽ ഇടണം. പിന്നെ ഇന്നലത്തെ കറികളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചോറ് വെക്കണം. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ടിൽ ദെൻ ബൈ.